ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാളെ ഫെബ്രുവരി 1 ഞായറാഴ്ച തൈപ്പൂയമാണ്. ഒപ്പം തന്നെ പൗർണമി കൂടിയാണ്. സുബ്രഹ്മണ്യ ഭജനത്തിന് അത്യുത്തമമാണ്. നമ്മൾ മകരമാസം എന്ന് പറയുന്നത് പോലെ തമിഴ് പഞ്ചാംഗത്തിൽ ഇതിനെ തൈമാസം എന്നാണ് പറയുക. തൈമാസത്തിലെ പൂയം നക്ഷത്രം വരുന്ന ദിവസമാണ് തൈപ്പൂയം ആയിട്ട് ആഘോഷിക്കുന്നത്. താരകാസുരനെ വധിക്കാനായി ശ്രീ പാർവതീദേവി സുബ്രഹ്മണ്യ സ്വാമിക്ക് വേൽ സമ്മാനിക്കുകയും തുടർന്ന് യുദ്ധത്തിൽ താരകാസുരനെ വധിച്ച് വിജയം കൈവരിക്കുകയും ചെയ്ത ദിവസമായിട്ടാണ് ഇതിനെ കരുതുന്നത്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനം ആയിട്ടും പറയാറുണ്ട്. പക്ഷേ ഭഗവാന്റെ ജന്മനക്ഷത്രം വിശാഖമായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഐതിഹ്യങ്ങൾ എന്തായാലും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ തൈപ്പൂയം ഏറെ വിശേഷപ്പെട്ടതാണ്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വളരെ വിശേഷമാണ്. നിരവധി ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം കാവടിയാട്ടവും അഭിഷേകവും ഒക്കെ നടത്താറുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള സമർപ്പണമാണ് കാവടി. അത് പീലിക്കാവടി, പൂക്കാവടി, ഭസ്മക്കാവടി തുടങ്ങിയവ അഭീഷ്ടസിദ്ധിക്കായിട്ട് ഭക്തർ നടത്താറുണ്ട്. എന്തായാലും എല്ലാ വിശേഷ ദിവസങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ സാധിക്കുന്നവർ ഇന്നേ ദിവസം വ്രതശുദ്ധിയോടെ നിന്ന് സുബ്രഹ്മണ്യ സ്വാമി ഭജനം നടത്തുക. സാധിക്കുന്നവർ ക്ഷേത്രങ്ങളിൽ പോയി യഥാശക്തി വഴിപാട് നടത്തുക. സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശുദ്ധമായി വിളക്ക് കൊളുത്തി നാമം ജപിക്കുക. പറ്റുന്നവർ 6 ചിരാത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പടത്തിന് മുന്നിലോ വിഗ്രഹത്തിന് മുന്നിലോ കൊളുത്താൻ ശ്രമിക്കുക. ഏറെ വിശേഷമാണ്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ധ്യാന ശ്ലോകങ്ങളും ധാരാളമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള നാമങ്ങൾ ചൊല്ലുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓം വജദ്ഭുവേ നമഃ. ഓം സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. ഹരി ഓം.